കണ്ടോ താണ്ട ബീഫ് റോസ്റ്റ് കണ്ടോ ഉണ്ടാക്കിയതാണ്. ഇവിടെ രണ്ടുപേര് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഇപ്പോൾ രണ്ടുപേരും അഭിപ്രായം പറയും. വാ തുറക്കാൻ വയ്യ, കാരണം എരിവും ചൂടും കൊണ്ട് അതുകൊണ്ടൊന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് പറഞ്ഞു ഇങ്ങോട്ട്. എല്ലാം സെറ്റാണോ? അപ്പൊ കണ്ടോ, അപ്പൊ ഇവിടെ കണ്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പീജിയോളിന്റെ. അപ്പം ഇത് വാങ്ങിച്ചിട്ട് ഒരു വർഷം ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. ഈ മമ്മി എനിക്ക് തൊടാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. വാ, അപ്പോൾ ഇത് നമ്മൾ വേണ്ട ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇതാണ്ട് മെനുവിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെ നമ്മളിപ്പോൾ അതേ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇത് ഫ്രഞ്ച് ഫ്രൈസ് മൊത്തത്തിൽ ഞാനിപ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാം. ഏത് പരുവായി കിട്ടുമെന്നൊക്കെ നമുക്കിപ്പോൾ നോക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി വെച്ചു. മെനു എടുത്തു, ഫ്രഞ്ച് ഫ്രൈസ് എടുത്തു. ഇനി ഇതിൻ്റെ എന്തുവാ ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതൊന്നും അറിയത്തില്ല. 15 സെക്കൻഡ് 15 പോരാ, 10 സെക്കൻഡ് ഒന്നും വേണ്ട, 1 മണിക്കൂർ വേണ്ട. 185 നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് വരുവാണേ. അപ്പോൾ എങ്ങനെ അതിപ്പോൾ 14 സെക്കൻഡിലോട്ട് പോയി. 1 മിനിറ്റ് 1 മണിക്കൂർ നമുക്ക് വേണ്ട. എല്ലാം നമ്മളിങ്ങനെ അമർത്തി നോക്കുവാണേ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളിങ്ങനെ പഠിക്കുന്നത് എല്ലാം. എന്നിട്ട് ഇതെന്താ ഓണാവാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളിനിപ്പോൾ അടുത്തൊരാളുടെ ഹെൽപ്പിന് വേണ്ടി ഇത്രയും എനിക്കൊരു കുന്തം അറിയത്തില്ല. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, അടുത്തൊരാളിനെ നമ്മളിത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്തൊരാളിനെ വിളിക്കാം. ഓക്കെ, എത്ര ഡിഗ്രി വേണം? നിൽക്കാൻ സെറ്റ് ചെയ്തിട്ട് ആൻറ്റി ഒന്ന് ചുമ്മാ ഞെട്ടിക്കും. അപ്പം അതാണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇവരാരൊക്കെയോ വന്നിട്ട് എന്തൊക്കെയോ ചെയ്തപ്പോൾ ഇതൊക്കെ സെറ്റായി. അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയാവുന്നത്. അവിടെ ടൈം സെറ്റ് ചെയ്യണം. ടൈം ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ മെനു എടുത്തു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഞെക്കി, ഇല്ലയോ? പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും വേണമെങ്കിൽ അടുത്ത സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണിച്ചു തരാം കേട്ടോ. അവിടെ കൂന്ന് അടിച്ചപ്പോൾ വേണ്ട നിന്ന് പോയി കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുന്ന ആ രംഗം നോക്കിക്കോണേ. ഇതിനകത്ത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്ത് വരുവായി നോക്കട്ടെ. ഓ ചൂടാ കേട്ടോ, ഭയങ്കര ചൂട്. അബിക്കുട്ടി ഇത് ചെയ്യുന്നതാണ്ടോ, സെറ്റ് ചെയ്യുന്നതാണ്ടോ, മൈനസും ഒക്കെ ഇട്ടാണ്ട് 10 മിനിറ്റ് വീണ്ടും ചെയ്തു. എന്നിട്ട് അതെടുത്തു, മെനു എടുത്തു. അത് അടഞ്ഞില്ല കേട്ടോ. കേട്ടിട്ടാ. യെസ്, 10 മിനിറ്റ് ഉണ്ടോ. അപ്പോൾ വീണ്ടും നമ്മളിത് ഇത് സെറ്റ് ചെയ്ത് വീണ്ടും ഇട്ടാൽ അത് ഹാഫ് വെന്തിട്ടുണ്ട്, ബാലൻസ് വേവാനുണ്ട്. എല്ലാം കഴിഞ്ഞു. ഇതേ നമ്മളിത് ഓൺ ചെയ്തു. ഫ്രഞ്ച് ഫ്രൈസ് നല്ല സെറ്റായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൽ തട്ടി കെച്ചപ്പ് കൂട്ടി കഴിച്ചു കാണിച്ചുതരാം കേട്ടോ. സൂപ്പർ കണ്ടോ. ഇത് പാത്രത്തിലിടുമ്പോൾ തന്നെ ഉണ്ടോ കിളികിലാന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടോ, കിളികിലാന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്താലും ഇത് സ്വിച്ച് ഓഫ് ചെയ്യുന്നാലും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത്, പക്ഷേ ഓഫ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു ഇത്. അപ്പം ഓരോന്ന് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ കെച്ചപ്പ് ഇട്ടു, ടൊമാറ്റോ കെച്ചപ്പ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇനി എന്നിട്ടിത് കഴിച്ചോട്ടെ, ചൂടാട്ടോ. ഇത് ആറുമ്പോഴാണ് കറക്റ്റ് സെറ്റാവുന്നതേ. ആറ് കഴിയുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കണ്ടോ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചല്ലോ.
അപ്പോൾ വീണ്ടും നമ്മളിതുപോലെ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരുടെയും ടാറ്റ.